I have gone through narcissistic abuse for 2 years. ആരാണ് നാർസിസിസ്റ്റ്? ഒരുപാട് പ്രശംസ കിട്ടുന്നതും മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആത്മപ്രശംസയും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായി നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന നിയന്ത്രിക്കാൻ നടക്കുന്നു മറ്റുള്ളവരെ. എവിടാന്ന് എനിക്ക് അറിയണം. എടി നിന്നെ എനിക്ക് വിശ്വാസം, പക്ഷെ എനിക്കിപ്പൊ നിന്നെ ഒന്ന് കാണണം, ഒന്ന് കാണണം, നീ ഓടാക്കടി, എനിക്ക് ദേഷ്യം വരുന്നു, നീ വീഡിയോ കൂടെ വാ. How a narcissistic personality will be, how will you identify? Okay, good question to begin with. Narcissistic personality disorder ഉള്ള ഒരാള് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അനുപമ പരമേശ്വർ 2 വർഷത്തോളം ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. വിക്രമിൻ്റെ മോനായിട്ടുള്ള നടൻ വിക്രമിൻ്റെ മകനായിട്ടുള്ള ധ്രുവുമായിട്ടാണ് ആ റിലേഷൻഷിപ്പ് എന്നാണ് പൊതുവെ പരക്കെ പറയപ്പെടുന്ന ഗോസിപ്പ്. ഈ റിലേഷൻഷിപ്പ് വളരെ ദുഃഖം നിറഞ്ഞൊരു റിലേഷൻഷിപ്പായിരുന്നു, വളരെ ദുരിതമായിരുന്നു, ഒരുമാതിരി വൃത്തികെട്ട തേമ്പിയ റിലേഷൻഷിപ്പായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തേനും പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നു. പോസ്റ്റ് ഞാൻ എടുത്ത് ഇവിടെ കാണിക്കുന്നില്ല. പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇടുന്നു. അതിനെ ചൊല്ലി പുള്ളിക്കാരി ഒരു മൂവി പ്രൊമോഷന് ഈ ഒരു വിഷയം ചർച്ചയാകുന്നു. ഇത് മറ്റൊരാളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഇടുമെന്നുള്ള പുള്ളിക്കാരിയുടെ മറുപടിക്ക് വൻ കയ്യേടി നേടുന്നു. അങ്ങനെ പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഈ ഇൻ്റർവ്യൂവിനകത്ത് ഈ പുള്ളിക്കാരിയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിത് എടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സാധനം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നൊരു സാധനമാണ്. ഒരുപാട് ആളുകൾക്ക് അറിയില്ല എൻ്റെ പാർട്ട്ണർ ഇതേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുത്തനാണോ എന്ന് അറിയില്ല. 2, ഇന്ന് ഇതുപോലെ മറ്റൊരാളെ കൺട്രോൾ ചെയ്ത് പിടിക്കുക എന്നുള്ളത് വലിയ അഭിമാനമായിട്ട് കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അവരിത് അറിയണം. 3, ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേനും എൻ്റെ ബോയ് ഫ്രണ്ട് ഇതേപോലെയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതേപോലെയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിൽ നിന്ന് സ്കൂട്ടായിക്കോ. നമ്മുടെ ഇമോഷൻ വെച്ചിട്ട് ഒരു ബന്ധത്തിലേക്ക് പോയിട്ട് അതിൽ നിന്ന് അനുഭവിക്കാവുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് മാനസികമായി അടിച്ചുപോയി സാമാനം മറ്റേ തലച്ചോറിൻ്റെ കിടുങ്ങ പോലെ അടിച്ചു പോയതിനു ശേഷം നമ്മൾ തിരിച്ചറിയുന്നതിൽ നല്ലതാണ് ഇപ്പോഴേ മനസ്സമാധാനം കൊണ്ട് കണ്ടമ്പഴി ഓടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് പറയുന്ന പോലെ നമ്മളെ കാണുന്നവരും ആദ്യമായിട്ട് കാണുന്നവരും സ്ഥിരമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ മറ്റേ ഇത് ചെയ്യുക, ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ഇത് നല്ലോണം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അനുപമ പറയുന്ന സാധനം ഒന്ന് കേൾക്കാം. ഒരു ഇൻട്രോ പോലെ. I have gone through narcissistic abuse for 2 years. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ, ഇപ്പം ഞാനിപ്പോൾ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഐ ക്യാൻ ഇമാജിൻ ലൈക്ക് എ ഫ്യൂ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ നൗ. ഫസ്റ്റ് കാറ്റഗറി as the category of people like me. അപ്പോൾ I think the last interview with Madonna, she mentioned about narcissistic abuse. ഞാൻ ഷൂട്ട് കഴിഞ്ഞ മിഡിൽ ഓഫ് ദ നൈറ്റ് ആണ് ഞാൻ റൂമിൽ വരുന്നത്. റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അറൌണ്ട് 12:30 or something ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് കണ്ട ആദ്യത്തെ ഒരു റീലായിരുന്നു മഡോണ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് narcissistic abuse. My reaction to that was so physical that I started shivering. Okay. So the first category of people are the people who has been through narcissistic abuse, who know what trauma bonding is. And ട്രോമ ബോണ്ടിങ്, എൻ്റെ പൊന്നടാവ്, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, അയാൾ നിങ്ങൾക്ക് പട്ടിവില പുല്ലുവില തരുന്നു, പക്ഷേ അയാളുമായിട്ട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാരണം ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുവരാനോ അയാളെ മറക്കാനോ സാധിക്കുന്നില്ല. നിങ്ങൾ അതിനകത്ത് ട്രോമറ്റൈസ്ഡ് ആയിട്ടും കിടക്കുകയാണ്. ഇതാണ് ട്രോമ ബോണ്ടിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ എന്താണ് ഈ നാർസിസിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അത് നമുക്കൊന്ന് കാണാം. ഞാനൊക്കെ ആ വാക്കൊക്കെ പറഞ്ഞ് കോമഡി ആയിപ്പം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഡോക്ടർ പറയാൻ നമുക്ക് കേൾക്കാം. ആരാണ് നാർസിസിസ്റ്റ്? ഒരുപാട് പ്രശംസ കിട്ടുന്നതും മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആത്മപ്രശംസയും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായി നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങളുടെ ഭർത്താവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാവാം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കുക. കുറച്ചും കൂടെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഷെമ്മി ഹീറോടാ, ഹീറോ, ആ ഒരു ക്യാരക്ടറുള്ള ആള് എന്നെക്കുറിച്ച് കുറ്റം പറയണോ?
എന്നെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഒരു സാധനം. അതായത് അവർക്ക് കുറേ പ്രയോറിറ്റീസ് ഉണ്ടാവും, അവർക്ക് കുറേ താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾ നിങ്ങളുടെ മണ്ടക്കോട്ട് അടിച്ചു കയറ്റുന്ന ആളുകൾ അവരായിരിക്കണം ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത്. നമ്മളായിരിക്കണം ഇതിലെ കീഴിലം. ലവളാണ് യവനാണ് അല്ലെങ്കിൽ അവൾ എൻ്റെ കാൽ കീഴിൽ നിൽക്കണം. തിരിച്ച് പെണ്ണാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ചിന്തിക്കുന്നെങ്കിൽ ആ പെണ്ണ്. അതായത് ഇവർ ഡയറക്റ്റായിട്ട് പറയത്തില്ല, എടി നിന്റെ ആ ഡ്രസ്സ് കൊള്ളൂല കേട്ടോ, അങ്ങനെ പറയത്തില്ല. മോളൂസേ നിനക്ക് മറ്റേത് നല്ല ചർച്ച, അതെന്ത് ഭംഗിയുള്ള അതിലിട്ട് കഴിഞ്ഞ് നിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കും. അതായത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യിക്കും. പിന്നെ ഇവരൊരു കാരണവശാലും ഇവരുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, ആ ഒരു സാധനത്തിന് അവർ റിയലൈസ് ചെയ്യില്ല. അത് നിങ്ങളുടെ തെറ്റായിട്ട് മാറ്റി നിങ്ങളുടെ പടലിക്കിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് ആക്കും. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്കൂട്ടായിക്കോ. ഈ വീഡിയോ ബേസിക്കായിട്ട് കാണേണ്ടത് സ്ത്രീകൾ, നിങ്ങൾ ഈ വീഡിയോ കാണുക. മറ്റേ ഇപ്പം എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുക. ഇതേപോലത്തെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ കാമുകൻ ഇതേപോലാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടു. ഓക്കെ, നമുക്ക് ബാക്കിയാണ്. കാരണം അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ തൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് നിയന്ത്രിച്ച് താൻ പറയുന്ന സിറ്റുവേഷനിൽ താൻ സ്നേഹിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ഞാൻ വലിയ ഒരാളാണ് എന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകളായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറാനുള്ള കാരണം എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പഠനങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരുപാട് പരിഗണന കിട്ടി വളർന്ന ആളുകളുണ്ടാവും. ഒരുപാട് പരിഗണനയും സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടി. സ്വന്തം നിലയായ സമയത്ത് സ്വന്തമായിട്ടൊരു കഴിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് മറ്റുള്ള ആളുകൾ എന്നെ പരിഗണിക്കുന്നില്ലേ, എനിക്ക് കഴിവില്ലേ എന്ന് തോന്നലില്ല ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പരിഗണന കിട്ടാതെ അവഹേളനങ്ങൾ നേരിട്ട് മാറ്റി നിർത്തപ്പെട്ട് ഇൻസൾട്ട് ആയിട്ടുള്ള ആളുകളിലേക്കും നാസിസം കടന്നു വരാം. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ചെറുപ്പത്തിൽ വളർന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവർക്ക് മറ്റൊരാളോട് ഒരു എമ്പതി എന്ന് പറയുന്ന ഫീലിംഗ് ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ തൻ്റെ കാര്യങ്ങൾ കൃത്യമായി എങ്ങനെ നടക്കണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി മറ്റുള്ളവർ സഹകരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയിലേക്കും ഡെവലപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇത്തരത്തിൽ സ്വഭാവമുള്ള ആളുകൾ മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് തന്നെ തോന്നണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയില്ല, ഇത് ജമ്മം ചെയ്ത് അവർക്ക് തോന്നൂല. അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും അത് തന്നെ ആയിരിക്കും. നിങ്ങൾക്കിത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അഹങ്കാരി ഒരു തെണ്ടിനെ ഓർമ്മന്നില്ലേ, അവൻ തന്നെ സാധനം, അവനാണ് ആള്. ഓക്കെ, ഇനി നമുക്ക് അനുഭവം പറയുന്ന ബാക്കിയും കൂടെ കുറച്ച് കേട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അറിയാം, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നാർസിസിസവും നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ടേം കൂടിയാണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ സർക്കിൾസിൽ തന്നെ ഞാൻ പലവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വേർഡ്സിനേക്കാളും കൂടുതൽ അത് ചെയ്യുന്ന ഡാമേജ് എത്ര ഡീപ്പായിട്ടുള്ള ഒരു ഡാമേജ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി വ്യൂവേഴ്സ്, ഇപ്പം ഇത് വളരെ ലൈറ്റ്ലി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് വെറുതെ ഒരു ടേമാണ്, അതെല്ലാവരും ഫ്ലിപ്പൻ്റ്ലി യൂസ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കുറ്റം, നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ വേറൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഈ പുല്ല് അനുഭവിച്ചവർക്ക് മാത്രമേ ഈ സാധനം അറിയാൻ പറ്റൂ. ഈ പറയുന്ന ട്രോമ ബോണ്ടിങ് ആയാലും ഇതേപോലെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളുടെ കൂടെ ജീവിതം പങ്കിടുമ്പോഴായാലും അല്ല അങ്ങനെ ഒരാളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു വരും വരായികൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ മനുഷ്യനുമായിട്ട് മുടിഞ്ഞ സ്നേഹത്തിലായിരിക്കും, നമുക്ക് തൊലിഞ്ഞ വിശ്വാസമായിരിക്കും. എന്നാൽ അവർ തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് പട്ടി വിലയിലായിരിക്കും. പട്ടി വില ഇൻ ദ സെൻസ് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അവർക്ക് എങ്ങനെ വേണോ നമ്മൾ അതേപോലെ നിൽക്കണം. അവർക്ക് നിങ്ങൾ ഈ ഡ്രസ്സ് ഇടണമെങ്കിൽ ആ ഡ്രസ്സ് ഇടണം. അവരാണ് ബേസിക്കലി ഈ സാധനം. അതായത് അവരുടെ ഒരു പാവയായിരിക്കും നിങ്ങൾ, ഒരു അടിമ. ഇതാണ് ശരിക്കും ഈ സാധനം. എന്നാൽ ഇതിനെല്ലാം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിന്ന് കൊടുക്കുകയും ചെയ്യും. കാരണം അതേപോലെ ഇഷ്ടമാണ്, ഇഷ്ടം പൂത്ത് വിടർന്ന് തളർന്ന് നിൽക്കുകയാണല്ലോ. ഇതാണ് ബേസിക് സാധനം. ഓക്കെ, കേൾക്കാം. കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നാർസിസിസ്റ്റിക് അബ്യൂസ് അതെന്താണെന്ന് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. അത് നമുക്കൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലൂടെയോ നമുക്ക് ഒരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇമാജിൻ മൈ ഫാമിലി, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള എൻ്റെ സ്റ്റാഫ് who are there with me all the time, they all knew from the beginning it is not right for me because they see a change in me. They see me shrink. When you're in a healthy relationship, you grow, you bloom, you be happy. ഈ നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ലൗഡ് തിങ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അബ്യൂസ് ഡസൻ സ്റ്റാർട്ട് ലൈക്ക് നമ്മളുടെ അടുത്ത് ഒരാൾ മോശമായിട്ട് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് എപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ പൊട്ട ആളാണെന്നുണ്ട്. സംഭവം എന്താണെന്നറിയോ, അവരൊരു മുഖം മൂടി വെച്ചിട്ടാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. അയ്യോ ഇതേപോലെ സ്നേഹം തുളുമ്പുന്നൊരു സ്നേഹമുള്ള ചേട്ടായി എന്നും പറഞ്ഞിട്ടായിരിക്കും ഇവർ നമ്മുടെ അടുത്തിട്ട് വരുന്നത്. ബേസിക്കലി നമ്മൾ ആടിനകത്ത് പറയുന്ന പോലെ ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഇല്ല മറ്റേ ഉണക്കമീൻ പോലെയാണ്.
ചുറ്റും നാറ്റമായിരിക്കും. ഈ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാവൂല ഈ സാധനം കൈവിട്ട കളിയാണ്, അവനെ മുടിഞ്ഞെന്തോ സൈക്കോ പരിപാടിയാണെന്ന് അവർക്ക് മാത്രം മനസ്സിലാവില്ല. ഏതാ ഈ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന രണ്ടുപേർക്ക്. പക്ഷെ ചുറ്റും നിൽക്കുന്ന കാണുന്നവർക്കൊക്കെ മനസ്സിലാവും യവൻ സൈക്കോ ഷമ്മി, യവൻ ഭ്രാന്തൻ, ആ പെണ്ണിന് പട്ടാടാ പന്നി എന്ന് ചുറ്റുമുള്ള എല്ലാവർക്കും തോന്നുകയും ചെയ്യും. പക്ഷെ ഇവരൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളിത് പറഞ്ഞാലും ടെട്ടായോടുള്ള സ്നേഹമായിരിക്കും മൂത്ത് പുഴുങ്ങി നിൽക്കുന്നത്. ഓക്കെ, ബാക്കിയേക്കാം. But when it comes to narcissistic abuse, it's very different. It's very silent. ഞാൻ പറയാൻ കാരണം there is ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് about narcissism. People think narcissist എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They are the most insecure people you can find. They have no self-worth. They are like empty vessel basically. So അവർക്ക് basically വേണ്ടത് control ആണ്, because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. So now നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന. അത് പറ്റത്തില്ല. നിന്നെ തന്നെ അടിച്ചമർത്തി കാൽക്കീഴിലിട്ട് ചവിട്ടി മിതിച്ച് കൊണ്ടു നടക്കണം. പണ്ട് കാലങ്ങളിൽ ഭർത്താവിൻ്റെ കാൽക്കീഴിൽ ഒതുങ്ങി നിൽക്കുന്നവളായിരിക്കണം ഭാര്യ. ഭർത്താവ് ഇന്ന് നീ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കില്ലേ. ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ പ്യൂമുഖവാതിൽക്കൽ പൂന്തെങ്ങളാകുന്നു ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ നാർസിസിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഈ പറയപ്പെടുന്നത്. അതായത് ഒരാൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. ഇനി ഇങ്ങനെയുള്ള ആളുകളെ ഇവർക്കെല്ലാം ഇവരുടെ കൺട്രോളിലായിരിക്കണം. നിന്റെ ലൈഫിലുള്ള എല്ലാം ഞാൻ അറിയണം. നീ അങ്ങോട്ട് തിരിഞ്ഞോ ഞാൻ അറിയണം. നീ തുമ്മിയോ ഞാൻ അറിയണം. ഇന്ന് നീ എത്ര തവണ ശ്വാസം വലിച്ചു വിട്ടു എനിക്കറിയണം. അതിലൊരു തവണയെങ്കിലും ദീർഘനിശ്വാസമായിട്ട് വിട്ടു എനിക്കറിയണം. എന്നാൽ യവൻ്റെ ലൈഫിൽ ഒരു കിഴങ്ങും ഇവൻ പുഴുങ്ങി പറയത്തില്ല. ഇവന് വേണ്ടുന്ന പോലെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയും. ഈ നാർസിസിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകൾ ഇവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് വേണ്ടുന്നത് പോലെ ഒരു കഥ ബിൽഡ് ചെയ്യുക, ഇവർക്ക് വേണ്ടുന്നത് പോലെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇവർക്ക് വേണ്ടുന്ന ആളുകളെ ഇവർക്ക് ആരോടും സിമ്പതിയോ എമ്പതിയോ സ്നേഹമോ ഒരു കിടുങ്ങാപ്പും ഇല്ല. എൻ്റെ കാര്യം നടക്കണം, നമ്മൾ കുസ്സാലായിട്ട് അങ്ങോട്ട് പോകണം. ഇതാണ് ഇവരുടെ ഒരു ക്യാരക്ടർ. സോ കൂടെ നിൽക്കുന്നവനെ പോലും അറക്കാൻ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവക്കാരാണ് ഇവർ. ഭയങ്കര സ്നേഹമുണ്ടെന്ന് കാണിക്കും, പക്ഷെ ഒരു കിണ്ടിയുമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഇട്ടിട്ട് പോലും മുത്തേ ചക്കര തക്കുടു ബാബേ എന്നൊക്കെ ഉള്ള ഷോ ഇറങ്ങും. ഒരു കിണ്ടിയുമില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചങ്കരം വീണ്ടും തെങ്ങി തന്നെ ആയിരിക്കും. ഇതാണ് സംഭവം. ഇനി ഈ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ആളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു ചോദ്യത്തിന് ഉത്തരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡോക്ടർ ഗായത്രി മേനോൻ അവരുടെ പേജിലിട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ. ഓക്കെ, നമുക്കതൊന്ന് കാണാം. How a narcissistic personality will be, how will you identify? Okay, good question to begin with. Narcissistic personality disorder ഉള്ള ഒരാള് എപ്പോഴും അവരെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. അവർ വളരെ സെൽഫിഷ് ആയിരിക്കും. അവർ ചെയ്തൊരു മിസ്റ്റേക്കിനെ അവരെപ്പോഴും ഗ്യാസ് ലൈറ്റ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കും. ഇതേപോലെ ആരെങ്കിലും ജീവിതത്തിലുണ്ടോ? ഒരു തെറ്റ്, എടാ നീ ചെയ്ത തെറ്റാണ്, അങ്ങനല്ല, അത് നീ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കിത് ഇങ്ങനെ തോന്നിപ്പോയതാ, അപ്പം നീയല്ലേ തെറ്റ്. ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ? അവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ഡോക്ടർ ഗായത്രി മേനോൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പരിശോധിക്കുക. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇട്ടിട്ടുണ്ട്. ഞാൻ ബേസിക്കലി എനിക്ക് ഇമാതിരി സൈക്കോളജിക്കൽ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്ന ഈ പേജിൽ നിന്നാണ് കേട്ടോ. ബാക്കിയൊക്കെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവര് അവരുടെ സെൽഫ് എസ്റ്റീം വളരെ ഗ്രാൻഡിയോസ് ഉള്ള ഒരു കാര്യമായിരിക്കും. അതായത് ഇൻഫ്ലേറ്റഡ് ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം എന്തോ ആണ് എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, എന്തോ ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൽഫ് എസ്റ്റീം ലോ ആണ്. ഇപ്പൊ അവർ ചീറ്റ് ചെയ്തു എന്ന് വെച്ചു, അവർ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അവരുടെ ഫോൺ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് വെച്ചു, നമുക്ക് എന്തെങ്കിലും സംശയം തോന്നും. പക്ഷെ അവരെന്താ പറയാ, നിങ്ങൾ എന്റെ ഫോൺ ചെക്ക് ചെയ്തു, സോ ഐ എം നോട്ട് ഗോണ ട്രസ്റ്റ് യു അഗൈൻ, ദാറ്റ് ഇസ് ദ മിസ്റ്റേക്ക്. അപ്പൊ ഒരു കാര്യത്തിനെ ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ മേത്ത് റിഫ്ലക്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ഒരാൾ. നാർസിസിസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്കൊരു മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നാർസിസിസ്റ്റിക് പാർട്ട്ണറിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് സത്യം. അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കണ്ടം വഴി മുണ്ടും പൊക്കി ഇറങ്ങി ഓടിക്കും. അതായിരിക്കും ജീവന് വളരെ നല്ല കാര്യം. അപ്പോൾ അനുപമ പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ ഈ ഡോക്ടർ ഗായത്രി മേനോൻ പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞ കാര്യം എല്ലാം ഒന്നാണ്. ഞാനാണ് ഭയങ്കര കിടിലം, എല്ലാവരും എൻ്റെ താഴെയാണ്, യവനൊക്കെ എൻ്റെ താഴെ, ഞാനാണ് ഇവിടുത്തെ മെയിൻ രായാവ് ഞാനാണ്. എന്നാൽ ഈ രായാവ് തനിച്ചെന്തെങ്കിലും ചെയ്യുമോ? അല്ല, എൻ്റെ കൺട്രോളിൽ നീ ഉണ്ടല്ലോ,
നീ പോയി ചാവേറാവ്, ഞാൻ രാജാവായിട്ട് നിൽക്കും. ഇതാണ് ഇവരുടെ ഒരു ക്യാരക്ടർ. ഇവരൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഇവർ റിലേഷൻഷിപ്പിലാകുന്ന ആളെ അടിച്ചമർത്തുമ്പോൾ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവർ അനുഭവിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം. യവൻ വിട്ടുപോകുമെന്ന് കരുതിയിട്ട് യവനോടൊന്നും പറയാനും പറ്റത്തില്ല. എന്നാൽ യവനെ കൂടെ നിർത്താനായിട്ട് യവനോ എവളോ കേട്ടോ ആരും ആകാം, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് പറയുന്ന സംശയരോഗി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ ഏറെക്കുറെ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അവിടെ പോയി ഫോട്ടോ ഇട്, എനിക്ക് കാണണം, നീ സംശയമൊന്നുമില്ല, എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ്, പക്ഷേ എനിക്ക് ഫോട്ടോ കാണണം. ഇപ്പം ചേട്ടാ ഞാനൊരു കോളിലായിരുന്നു. ആരായിരുന്നു കോളിൽ? അത് എൻ്റെ കൂടെ മറ്റേ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ +2 മുതൽ ഒന്നിച്ച് പഠിച്ചതാ. സ്ക്രീൻഷോട്ട് ഇട്. അല്ല നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അല്ല എനിക്ക് വിശ്വാസമൊക്കെ തന്നെയാണ്, പക്ഷെ സ്ക്രീൻഷോട്ട് ഇട്. ഇമാതിരി സംശയരോഗികൾ ഈ ഒരു ഗണത്തിൽ തന്നെ പെടും. ഇത് എന്ത് ഹറാസ്മെൻ്റ് ആണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു റീല് വന്നിട്ടുണ്ടായിരുന്നേ, നമുക്കൊന്ന് കാണാം. ആ റീല് കാണാം. എവിടാന്ന് എനിക്ക് അറിയണം. നീ എന്നോട് പറയാതെ പോയതാ. നീ എവിടാന്ന് എനിക്ക് അറിയണം. കൂട്ടുകാരിയുടെ വീട്ടില് വീഡിയോ കോളിൽ വാ. എനിക്ക് പറ്റത്തില്ല. ഇമീഡിയറ്റ്ലി വീഡിയോ കോളിൽ വാ. വീഡിയോ കോൾ ഓൺ ആക്ക്. പറ്റത്തില്ല. എടി ഓൺ ആക്കടി. വീഡിയോ കോൾ വാടി. നിന്നെ ഞാനൊന്ന് കണ്ടോട്ടടി മൂദേവി. ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് ഇത്രയൊക്കെ പ്രേമിച്ചിട്ട് എനിക്ക് ഒരു പൊടി പോലും വിശ്വാസം ഇല്ലല്ലേ? എടി നിന്നെ എനിക്ക് വിശ്വാസം, പക്ഷെ എനിക്കിപ്പൊ നിന്നെ ഒന്ന് കാണണം. ഒന്ന് കാണണം. നീ ഒന്ന് ഓൺ ആക്കടി. എനിക്ക് ദേഷ്യം വരുന്നു. നീ വീഡിയോ കോളിൽ വാ. മോളെ കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്നു. വന്നേ. ആ വരുന്നമ്മേ. ആരത്? ആരാ? എടോ എന്റെ കൂട്ടുകാരിയുടെ അമ്മ. എപ്പോഴെങ്കിലും വിശ്വാസമായോ? ഓ അല്ല, കുറച്ച് നേരത്തേക്ക് സോറി ഡി. എനിക്കിപ്പോ സംശയമൊന്നുമല്ല, നിന്നെ വിശ്വാസം. എന്നാലും സംശയമൊന്നുമില്ല, നിന്നെ വിശ്വാസമാണ്. എന്നാലും നിന്നെ കാണാൻ ഒരു കൊതി. ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കും. ഈ റീൽ ഇനി ബാക്കിയുണ്ട് കേട്ടോ. ഇവിടം വരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇവിടം വെച്ച് ഞാൻ കട്ട് ചെയ്തേ ഉള്ളൂ. ബാക്കിയുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതാണ് ബേസിക് സാധനം. ഇവരൊരിക്കലും നിങ്ങളെ എനിക്ക് സംശയമാണ് എന്നൊരു സാധനം പറയത്തതേ ഇല്ല. അതിന് പകരം എന്ത് പറയും? എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. എടി സ്ക്രീൻഷോട്ട് താ, എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, പക്ഷേ എനിക്കൊന്ന് കാണണം. നീ എവിടെ പോയി? ലൈവ് ലൊക്കേഷൻ ഇട്, എനിക്ക് സംശയമൊന്നുമില്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. നീ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നീ നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എടി നിന്നോട് അവൻ മിണ്ടിയോ? അവനോട് മിണ്ടണ്ട. അവനെ ബ്ലോക്ക് ചെയ്തേരെ, അവനെ കളഞ്ഞേരെ. എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, അവൻ നിന്നോട് മോശമായിട്ട് സംസാരിക്കും, അവൻ നിന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കും. അതാണ് യവന്മാർ. ഓക്കെ, നമുക്കപ്പോൾ അനുഭവം പറയുന്ന ബാക്കിയേക്കാം. ഇതിനുള്ളിൽ കൂടെ തന്നെ പാരലലി അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൺട്രോളിങ് ഫേസ്. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കുക. അതേ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോളാണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇവരെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് എന്നിടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ ഡയറക്റ്റ് ആയിട്ടുള്ള. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the Chetan, oh my God, he likes it so much. So let me buy one more churidar. Like that one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. You transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent. Because my partner... ഇതൊക്കെ എവിടോ കേട്ടതുപോലൊരു ഫീൽ ഉണ്ടോ? എവിടോ അനുഭവിച്ചതുപോലെ? likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ നോക്കിയാൽ, ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ? ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than you'll be like, oh, he cares for me so much, my sleeveless. Oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? നമ്മൾ options നമ്മൾ send ചെയ്ത് കൊടുക്കും. And it becomes mandatory that you send that person photos for permission what you wear, and then you start wearing whatever that person decides. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ you post something and the person will say, you think that photo was appropriate, I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് we delete that picture. Instead we repost it again, and from the next time we delete the repost ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, അതിൽ it shows that you are more affectionate towards your audience. So better you ask ചേട്ടൻ for comment. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി മനസ്സിലായോ? അതായത്
എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ താല്പര്യത്തിലേക്ക് അത് മാറ്റും. ഒരു വസ്ത്രം ഇടുമ്പോഴത്തേനും നിനക്ക് ഇതല്ല അതാ ചേരുന്നത് കേട്ടോ, അതിട്ടൊരു ഫോട്ടോ അയക്കാമോ, ഇന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്, ഏതൊക്കെ ഡ്രസ്സ് ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാമോ, ഈ ഡ്രസ്സ് ഇട്ടോ കിട്ടിലുമായിരിക്കും എന്ന് പറഞ്ഞ് ഇവന്മാർ സ്നേഹം പുഴുങ്ങി തന്ന് തുടങ്ങും, യവന്മാരോ യവളന്മാരോ. അതിനുശേഷം അടുത്ത ദിവസം ഡ്രസ്സിൻ്റെ ഫോട്ടോ വെച്ചില്ല, എന്തുകൊണ്ട് ഡ്രസ്സിൻ്റെ പടം എനിക്ക് തന്നില്ല, ഉത്തരം പറ. അപ്പോൾ നിനക്കെന്തോ കള്ളത്തരമുണ്ട്, നീ അപ്പോൾ തുണി ഇല്ലാണ്ട് പോയി. ഈ ഒരു ക്യാരക്ടർ ഇവന്മാരെടുക്കും എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഇത്തരത്തിലാണോ നിങ്ങളുടെ കാമുകൻ, ഇത്തരത്തിലാണോ നിങ്ങളുടെ കാമുകി? ഇപ്പോഴേ ഈ സീൻ വിട്ട് വലിഞ്ഞോട്ടോ. പോലെ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. എന്നെപ്പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയുക? ഹൂ ഈസ് ഗോണ ടോക്ക് അബൌട്ട് ഇറ്റ്? ദാറ്റ് ഗിൽറ്റ് ആക്ച്വലി മെയ്ഡ് മീ സിറ്റ് ഹിയർ ടുഡേ ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. കാരണം നമുക്ക് പറ്റിയൊരു അപകടത്തിനെ കുറിച്ച് ഇത്രയും പവർഫുള്ളായിട്ട് നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും? ആൻഡ് ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നതിൽ നെഗറ്റിവിറ്റി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. 100. എന്ത് നെഗറ്റിവിറ്റി? ഇപ്പോൾ ഇതാണ് ബേസിക്കലി ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ മൂലകാരണം. ബേസിക്കലി ഇതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിയപ്പോഴത്തേനും എൻ്റെ അതേ അനുഭവം, ഇതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട്, ഇതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കാണാനിടയായി. ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേനും ഞാൻ ഈ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ നോക്കി. പല ഡോക്ടേഴ്സും പറഞ്ഞു നോക്കി, പല ഡോക്ടേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകൾ നോക്കി, പല ഡോക്ടേഴ്സും യൂട്യൂബിലിട്ടേക്കുന്നത് നോക്കി, ഇൻ്റർവ്യൂസ് കണ്ടു. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര കോമൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ. അവന് മുടിഞ്ഞ സംശയമാണ്, അവൻ്റെ കൂടെ ഒന്നും ജീവിക്കാനേ പറ്റൂല. അവനെയൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ ഓടിക്കോണം. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് മിണ്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ പോലും സംശയത്തിൻ്റെ കണ്ണുകളോടെ അവൻ നോക്കിപ്പിക്കും. അവൻ പറയും എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, പക്ഷെ അവൻ റോങ് ആട്ടോ, അവൻ പ്രശ്നമാണ്, അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേരെ, അവന് നമുക്കുണ്ട്, ഇനി അവനോട് മിണ്ടണ്ട എന്ന് പറയും. ഈ പെണ്ണ് അവനോടൊക്കെ മിണ്ടാതാവും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്ന പോലെ ഈ കൊച്ചു പ്രേമിച്ച കാമുകൻ എന്ന് പറഞ്ഞാൽ ഓരോ 11 മാസത്തിലും കാമുകിയെ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലായി. എന്നെ അറിയാവുന്നവർക്കൊക്കെ ഈ കഥ അറിയാം. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലായി. ഈ പെൺകുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതാണ് ഇവൻ്റെ ക്യാരക്ടർ, വേണമെങ്കിൽ വിട്ടിട്ട് പോക്കോ. എൻ്റെ തന്നെ വളരെ അടുത്തൊരു ഫ്രണ്ടിനെ വന്ന് നോക്കി 11 മാസത്തിൽ വിട്ടിട്ട് പോയി, സോ സ്കൂട്ടായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൊച്ചുമായിട്ട് മിണ്ടി കഴിഞ്ഞാൽ നമ്മൾ കഥകളൊക്കെ പറയുമല്ലോ. ഇവൻ്റെ കഥകളൊക്കെ എനിക്കറിയാം. ഇവൻ എൻ്റെ കുറച്ച് വീടിൻ്റെ അയൽവാസിയാണ്. കഥകളൊക്കെ നമ്മൾ പറയുമല്ലോ. അതിന് ഇവൻ എന്നെ ആ കൊച്ചിൻ്റെ അടുത്തുനിന്ന് മാക്സിമം അകറ്റാനായിട്ട് ഭയങ്കര പണികൾ നോക്കി. അവൻ ശരിയല്ല, അവൻ അവരുടെ കൂടെ പോന്നു, അവൻ ഇന്ന ആളുമായിട്ട് പ്രേമമുണ്ട്, അവൻ അന്ന സാധനങ്ങൾ ചെയ്ത് അവരെ അങ്ങനെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് വേർപിരിപ്പിച്ചു. കറക്റ്റ് 11 മാസം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആ കൊച്ചിനെ വിട്ടിട്ട് പോയി. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞു. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു എന്തായിരുന്നു ശരിക്കും എന്നോടുള്ള പ്രശ്നം. അത് അവൻ ഇട്ടിട്ട് പോയതിൻ്റെ കാരണം ഞാൻ ആരാണ്ടോട് പോയിട്ട് ഈ പെണ്ണ് മോശമാണെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഈ ആരാണ്ടാരാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പേര് പറഞ്ഞു. ഞാൻ ഈ ആരാണ്ടിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അവൻ ഈ സാധനം അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ അവൻ പറഞ്ഞ വോയിസ് എടുത്ത് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ കുട്ടി ഇപ്പോഴും എന്നോട് വീണ്ടും തിരിച്ച് മിണ്ടുന്നൊരു നിലവിലേക്ക് പോയത്. എടാ, നിനക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നീയൊക്കെ ഉള്ള കാര്യം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യണം. അല്ലാതെ കള്ളക്കഥകളടിച്ച് അതിനകത്ത് കുറേ വെള്ളം ചേർത്ത് സെൽഫിഷ് നാറികളാണ് ഇവന്മാർ. സ്വന്തം കാര്യം മാത്രം നടക്കണം. ഇതാണ് സംഭവം. ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സ്കൂട്ടായിക്കോ, രക്ഷപ്പെട്ടോ. കുറേ കാലങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ച് അതിൽ നിന്നും പുറത്തു വരുന്നതിൽ നല്ലതാണ് ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അങ്ങ് രക്ഷപ്പെടുന്നത്. എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.